നമസ്കാരം. എൻ്റെ പേര് നിഹാൽ എന്നാണ്. മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രത്യേകിച്ച് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ ബാക്കിയില്ലാത്ത രണ്ട് നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. 2016 പുലിമുരുകന് ശേഷം ഇക്ക ഏട്ടൻ ഫാൻ ഫൈറ്റുകളിൽ ഈ ഇക്ക ഫാൻസ് ശരിയായിട്ട് നേരിടേണ്ടി വരുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കൊരു 100 കോടി പടമുണ്ട്, 100 കോട്ടെ, തള്ളാതെ 50 കോടിയെങ്കിലും എത്തിച്ചൊരു സിനിമ. ഈ ചോദ്യത്തിന് ഇക്ക ഫാൻസിന് ശക്തമായ ഒരു തുറുപ്പ് ചീട്ടാകുമോ പുലിമുരുകന് ശേഷം വൈശാഖ്, പീറ്റർ ഹെയ്ൻ, ഉദയകൃഷ്ണ ടീമിന്റെ പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായ മധുരരാജ. മധുരരാജ കിട്ടിയ ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട്. അത് എത്തരത്തിലുള്ള ഒരു സിനിമയാണെന്ന് എന്റെ ട്രെയിലറിലൂടെയും ടീസറിലൂടെയും ഓൾറെഡി കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ ഒഡിയൻ ഷോക്കിന്റെ ഇഫക്റ്റ് എന്ന പോലെ പ്രിയ റിലീസിൽ സംവിധായകനോ അണിയറ പ്രവർത്തകരോ ആരും തന്നെ കാര്യമായ അവകാശവാദങ്ങളോ തള്ളലുകളോ ഒന്നും തന്നെ എന്റെ അറിവ് നടത്തിയിട്ടില്ല മധുരരാജയ്ക്ക് വേണ്ടി. അതായത് വൈശാഖ് ഉദയകൃഷ്ണ ടീമിന്റെ സിനിമയാണ്, കഥ എങ്ങനെയായിരിക്കും, മേക്കിംഗ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അവരെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകണ്ട, ഇതൊക്കെയാണ് സിനിമ, ഇത് കണ്ടവർ പോയാൽ മതി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ടീസറിലൂടെയും ട്രെയിലറിലൂടെയൊക്കെ ഇതിന്റെ മേക്കേഴ്സ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷയുടെ അമിതഭാരം എന്ന് പറഞ്ഞ സംഭവം ഈ സിനിമയ്ക്ക് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. കഥയെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറയാം. ഒരു തുരുത്തിലാണ് പൂർണ്ണമായും മധുരരാജ നടക്കുന്നത്. അവിടുത്തെ ഒരു ലോക്കൽ ലാൻഡ് ലോർഡ് മധ്യരാജാവ് ആണ് ഇത്തവണ രാജരെതിരാളി. ഓൾമോസ്റ്റ് കഥ തുടങ്ങി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് രാജ മധുരയിൽ നിന്ന് വരുന്നത്. പ്ലോട്ട് ബിൽഡ് ചെയ്യാനും കാര്യങ്ങളും പരിപാടികളൊക്കെ കഷ്ടപ്പെടുന്ന ഒരു ആദ്യത്തെ അരമണിക്കൂറിൽ സിനിമയെ മൊത്തത്തിൽ താങ്ങി നിർത്തുന്നത് മനോഹരൻ മംഗളോദയം, നമ്മുടെ സലീം കുമാറിന്റെ ക്യാരക്ടറാണ്. പിന്നെ മധുരരാജ വരുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, പുതിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതെങ്ങനെ പരിഹരിക്കുന്നു, അടി, ഇടി, ഡാൻസ്, പാട്ട്, സെന്റിമെന്റ്സ്, അങ്ങനെ ഒരു ടിപ്പിക്കൽ ഫോർമുല ബേസ്ഡ് സിനിമ തന്നെയാണ് മധുരരാജ. 67ാമത്തെ വയസ്സിലും ആക്ഷൻ രംഗങ്ങളിൽ മമ്മൂട്ടി എന്ന സിനിമയോട് അടങ്ങാത്ത പാഷനുള്ള നടന്റെ വളരെ ജെന്യൂനായ പെർഫോമൻസ്, അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ക്ലൈമാക്സ് ഫൈറ്റിൽ മമ്മൂട്ടി അടിക്കുന്ന ഓരോ അടിക്കും തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഒക്കെ ആ ഒരു ജെന്യൂനിറ്റിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലാണ്. 9 വർഷത്തിന് മുമ്പ് എങ്ങനെ പോയോ അതേപോലെയോ അല്ലെങ്കിൽ അതിനൊരു പടി മേലോ തന്നെ മമ്മൂട്ടി പെർഫോം ചെയ്തിട്ടുണ്ട് മധുരരാജയിൽ. നമ്മൾ പറയാറുണ്ട് മമ്മൂട്ടിയുടെ ശബ്ദം എന്നിടറിയാൽ ആ ഒരു ഇമോഷൻ അങ്ങനെ തന്നെ നമ്മളിലേക്ക് കൺവേ ആവുന്നത്. ഈ മമ്മൂട്ടി ഈ ഒരു സ്ട്രോങ് പോയിന്റ് വൈശാഖ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അടിയുടെയും പാട്ടിന്റെയും ബഹളത്തിന്റെയും ഒക്കെ ഇടയ്ക്ക് ഒരു നിമിഷത്തേക്ക് ആ മനുഷ്യൻ തിയേറ്റർ മൊത്തം നിശബ്ദമാക്കുന്നുണ്ട്. പീറ്റർ ഹെയ്ൻ ആക്ഷൻ സീനുകൾ കുത്തി നിറയ്ക്കാതെ ആകെ 2-3 ആക്ഷൻ സീനുകൾ ഉള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതവും പാട്ടുകളും നന്നായിരുന്നു. പാട്ടുകളുടെ വിഷ്വലൈസേഷൻ ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഒരു ബിഗ് ബജറ്റ് സിനിമ എന്ന രീതിയിൽ. സ്ലോ മോഷൻ സീനുകളും മൃഗങ്ങളുടെ അടക്കമുള്ള ഗ്രാഫിക് സീനുകളും വൈശാഖ് പുലിമുരുകൻ സെറ്റ് ചെയ്ത ആ ഒരു സ്റ്റാൻഡേർഡിനോട് ചേർന്ന് നിന്നു. നടന്മാരുടെ പെർഫോമൻസ്: മനോഹരൻ മംഗളോദയം, സലീം കുമാർ. രാജ മധുരയിൽ നിന്ന് വരുന്നവരെ ഉള്ള ആദ്യത്തെ അരമണിക്കൂർ സിനിമയുടെ എന്റർടൈൻമെന്റ് വാല്യൂ കീപ്പ് ചെയ്തത് ശരിക്കും സലീം കുമാർ തന്നെയാണ്. രാജയുടെ ഇംഗ്ലീഷ് ഒരു പൊടിക്ക് ഓവറായിട്ട് തോന്നാമെങ്കിലും ഒരു അരോചകമായ ഒരു ലെവലിൽ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വൈശാഖ്. അവിടെയും ഇവിടെയൊക്കെ ചീറ്റിപ്പോയെങ്കിലും മൊത്തത്തിൽ ത്രൂ ഔട്ട് ഒരു ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. വൈശാഖ് ഒരു ബിലോ ആവറേജ് തിരക്കഥയും മമ്മൂട്ടി എന്ന താരത്തെയും വെച്ച് ഇത്രയൊക്കെ വൈശാഖ് ചെയ്തത് പ്രശംസനീയം തന്നെയാണ്. ഇതൊരു മാസ് സിനിമയാണ്, കീറി മുറിക്കരുത് എന്നൊക്കെ ഫാൻസ് പറയുമെങ്കിലും ഒരു സിനിമയാകുമ്പോൾ അതിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് നെഗറ്റീവ്സ് എന്താ നോക്കാം. ഒരു വ്യക്തിത്വവും കഥയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ഒരുപാട് കഥാപാത്രങ്ങൾ വെറുതെ വന്നു പോകുന്നുണ്ട്. അജു വർഗീസ്, ഷാജോൺ, പിഷാരടി തുടങ്ങി സിദ്ദീഖ് വരെ ആ ലിസ്റ്റിലുണ്ട്. ഭാഗ്യത്തിന് പുലിമുരുകനിൽ നിന്ന് അമിത ചെയ്തുപോലൊരു കഥാപാത്രമൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ക്ലൈമാക്സും രാജയുടെ ഇൻട്രോ സീനും ഒഴികെ ബാക്കി അതിനിടയിലുള്ള പോർഷൻസിലൊക്കെ ഒരു സാധാരണ പ്രേക്ഷകന് രോമാഞ്ചം ഉണ്ടാക്കുന്ന സീൻസ്, ഒരു മാസങ്ങളൊക്കെ അത് അത്യാവശ്യമാണ്. അപ്പൊ ഈ രോമാഞ്ചം ഉണ്ടാക്കുന്ന സീൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ച സീനുകളിലൊക്കെ ഭയങ്കര അണ്ടർ റിട്ടൺ ആയിട്ട് തോന്നി. അനുശ്രീയുടെ ക്യാരക്ടർ, അതേപോലെ ജഗപതി ബാബുവിന്റെ ക്യാരക്ടർ സെക്കൻഡ് ഹാഫ് ഡെവലപ്പ് ചെയ്ത രീതിയും ക്ലൈമാക്സ് കൊണ്ടെത്തിച്ച രീതിയും, അങ്ങനെ ഒരു പുലിമുരുകൻ ഹാങ് ഓവർ വൈശാഖിന് വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. ആ ഒരു സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫ് പൂർണ്ണമായും തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റൺവേ, ലയൺ ഒക്കെ എഴുതിയ ഉദയകൃഷ്ണനിൽ നിന്ന് കുറച്ചും കൂടെ നല്ലൊരു സ്ക്രിപ്റ്റ് ആവാമായിരുന്നു എന്ന് തോന്നി. ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിർണായക സീനുകൾ, അതേപോലെ രാജയുടെ രാഷ്ട്രീയം, അതൊക്കെ വളരെ അമച്ചറിസ് ആയിരുന്നു. ഒരു സുഖം ഉണ്ടാവില്ല. ഈ ഒരു ജോണിലുള്ള സിനിമയുടെ ഏറ്റവും പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ക്ലൈമാക്സ് ആണ്. മധുരരാജയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും ആ ക്ലൈമാക്സ് തന്നെയാണ്. മമ്മൂട്ടി എന്ന പെർഫോമർ ഏറ്റവും ഉപയോഗിച്ചതും ആ ക്ലൈമാക്സ് സീനുകളിലാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു പരിധി വരെ ഉണ്ടാവും. ഇപ്പം അവസാനമായിട്ട് മധുരരാജ കാണുന്നതിന് മുമ്പേ പോക്കിരി രാജയും പുലിമുരുകനും ഒക്കെ ഒന്ന് ആലോചിക്കാം. മധുരരാജയുടെ ട്രെയിലറും ടീസറും ഒക്കെ ഒന്നും എടുത്ത് കാണും.
ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള സിനിമ തന്നെയാണ് മധുരരാജ. അപ്പൊ എത്രയും പെട്ടെന്ന് നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ നിന്ന് തന്നെ ആസ്വദിക്കുക. ഷോ കഴിഞ്ഞ തിയേറ്റർ ആംബിയൻസ് വെച്ചിട്ട് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയം ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മധുരരാജ. ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി, അപ്പം കാണാം.